ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇസ്രയേലിലും ഇറാനിലുമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ അവിടെ തുടരുക ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും മിസൈൽ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സാഹചര്യത്തിൽ അവരെ അവിടെ നിന്ന് സുരക്ഷിതമായി കൊണ്ടുവരുന്നതിന് ഏത് റൂട്ടായിരിക്കും സ്വീകരിക്കുക? ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ്? സുജി, ഏതാണ്ട് ഇറാനിൽ 10,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ തെഹ്റാനിലെ ബെഹഷ്ടി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. എത്രയും വേഗം ഒഴിപ്പിക്കൽ നടപടികൾ വേണം എന്നാണ് ഈ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഉറങ്ങിയിട്ടില്ല എന്നാണ് ഈ കത്തിൽ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്നത്. ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ നിലയിൽ ഇവർ കഴിയുകയാണ്. രാത്രി മുഴുവൻ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഭീകരമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇന്ത്യ ശക്തമായ ഇടപെടൽ നടത്തണം എന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ്. ഏതായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും ഇറാനിലെ ഇന്ത്യൻ എംബസിയോട് വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച ബെഹഷ്ടി സർവകലാശാലയിൽ മാത്രം 350 ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ 10,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലാകെ പല സർവകലാശാലകളിലായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നത് തീർച്ചയായും വലിയൊരു ദൗത്യം തന്നെയായിരിക്കും. പ്രധാനമായും അസർബൈജാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന രാജ്യാതിർത്തികൾ വഴിയായിരിക്കും ഇവരെ ഒഴിപ്പിക്കാൻ കഴിയുക. ഏത് പ്രദേശത്തു കൂടി ഇവരെ ഒഴിപ്പിക്കണം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. എല്ലാ സാധ്യതകളും ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തും. അതിനായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഏതായാലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ 2 രാജ്യങ്ങളിലും ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം. അവിടുത്തെ എംബസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ ഇറാൻ ഈ സംഘർഷം മാറുകയാണ്. ഇപ്പോൾ ടെല്ലവീവിലെ അമേരിക്കൻ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ എംബസിയിലേക്ക് ഇറാൻ ആക്രമണം നടത്തി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ തീർച്ചയായും അമേരിക്ക കൂടി ഒരുപക്ഷെ ഈ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമാകുമോ എന്നതും വലിയ ഒരു വിഷയമായിരിക്കും. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഇവാക്വേഷൻ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ വേണം എന്നത് മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യ തീരുമാനിക്കും. ഓക്കെ, ആ തീരുമാനമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്.